മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ലഹരി വിമുക്ത ക്യാമ്പയിന് തൃശൂരിൽ തുടക്കമായി. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ ദേവമാതാ സ്കൂളിലാണ് നടന്നത്. ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ IM വിജയൻ മുഖ്യാതിഥിയായി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് ഉപയോഗത്തെ തടയാൻ ലക്ഷ്യമിട്ട് രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൗഢ് കേരള. 14 ജില്ലകളിലും കോർഡിനേറ്റർമാരെ നിയോഗിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ലഹരി വിമുക്ത ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് മുന്നോട്ടു പോകുന്നതാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണവും രണ്ടാം ഘട്ടത്തിൽ ലഹരിക്കടിമപ്പെട്ടവർക്കുള്ള ചികിത്സയും അടക്കമുള്ള വിശാല കാഴ്ചപ്പാടോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായാണ് തൃശൂർ ദേവമാതാ സ്കൂളിലും പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയുടെ വ്യാപനവും ഉപയോഗവുമാണ്. ലഹരി പദാർത്ഥങ്ങൾ കൂടുതലും നമ്മുടെ ചെറുപ്പക്കാരെ, കുട്ടികളെ സ്വാധീനിക്കുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ കൂടി പങ്കെടുപ്പിച്ച് പ്രൗഢ് കേരളയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും പോസ്റ്റർ പ്രചാരണവും നടന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ IM വിജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ വിജയനുള്ള ആദരവും രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ഇതൊക്കെ ഷോർട്ട് പീരീഡിലുള്ളൂ. മക്കളൊക്കെ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനത്തെ ലഹരിയൊന്നും ഉപയോഗിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് പാടാനാവും, ചിലർക്ക് പടം വരയ്ക്കാനാവും, അല്ലെങ്കിൽ ചിലർക്ക് ഡാൻസ് കളിക്കാനാവും. ഇതെന്താ നല്ല ഡാൻസ് ആയിരുന്നു, അതൊക്കെ അതെന്തെങ്കിലും വലിയ ലഹരിയൊന്നും ഈ ലോകത്തൊന്നും കണ്ടുപിടിച്ചിട്ട് നമുക്ക് ലൈഫ് ലോങ് കൊണ്ട് നടക്കാൻ. എനിക്കൊക്കെ ലൈഫ് ലോങ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലഹരിയേക്കാൾ വലിയ ലഹരിയൊന്നും ഒരു സ്ഥലത്ത് കിട്ടില്ല. പ്രൗഢ് കേരള ചെയർമാൻ മലയൻകീഴ് വേണുഗോപാൽ അധ്യക്ഷനായ ചടങ്ങിൽ 1000-ഓളം വിദ്യാർത്ഥികളാണ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയത്. CMI ദേവമാതാ സോഷ്യൽ അപ്പസ്തലേറ്റ് കൗൺസിലർ ഫാദർ ജോർജ് തോട്ടാൻ, ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോയ്സ് എലവത്തിങ്കൽ, മുൻ MLA TV ചന്ദ്രമോഹൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, തൃശൂർ.